ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴത്തെ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പാലസായ മൈസൂർ പാലസുമാണ്. ഇവിടെ ഇപ്പോൾ 150 രൂപയാണ് കേട്ടോ ഇവിടുത്തെ പ്രവേശന ടിക്കറ്റിൻ്റെ വില. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് സുരക്ഷാ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ട് കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അകത്തേക്ക് എടുക്കുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിക്കുക, നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് പരിശോധിക്കുക, അങ്ങനെയുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അടിപൊളി ഗംഭീര ഒരു കൊട്ടാരമാണ്. ഇതിൻ്റെ കോമ്പൗണ്ട് തന്നെ വളരെ വലുതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് വലിയൊരു കൊട്ടാരമാണ്. കുറേ സ്ഥലം അതോടെ നമുക്ക് നടന്ന് കാണാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തിരക്ക് കൂട്ടും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായി. കൊട്ടാരമാണെങ്കിലും അതിൻ്റെ കുറച്ചൊരു ഭാഗത്ത് മാത്രമേ നമുക്ക് കയറി ഉള്ളിൽ കൂടെ നടന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഏകദേശം ഒരു പകുതിയോട് കൂടിയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറേ റൂമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് നമുക്ക് സന്ദർശകർക്ക് അനുമതിയുള്ള കുറച്ച് ഭാഗം. അതുകൊണ്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പരമാവധി സ്പീഡ് കുറച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് കയറാനുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ സൂക്ഷിക്കണം കേട്ടോ. ചെരുപ്പ് അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ മെല്ലെ എൻട്രിയിലേക്ക് കിടക്കാൻ കേട്ടോ. നമ്മളിപ്പോൾ കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലൊരു വണ്ടി കാണും. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പീരങ്കി ഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കാളവണ്ടിയിൽ ഘടിപ്പിച്ച് യുദ്ധത്തിനൊക്കെ കൊണ്ടുപോകുന്ന ഏർപ്പാടാണ്. കുറച്ചുകൂടി അപ്പുറത്ത് മാറി കഴിഞ്ഞാൽ നമുക്ക് പീരങ്കി കോയിലുള്ള ഭാഗമൊക്കെ കാണാം. നമ്മൾ ഇത് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറുന്നു. നമ്മളിവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാൻ കേട്ടോ. ഈ മൈസൂർ കൊട്ടാരം അംബവിലാസ് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് മൈസൂർ ഭരിച്ചിരുന്ന വാഡ്യാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഈ കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പി. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ രൂപത്തിൽ ഈ കൊട്ടാരം ഉണ്ടാക്കാൻ തുടങ്ങിയത് 1897 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് 1912 പിന്നീട് 1940 കൊട്ടാരം വീണ്ടും വലിപ്പം കൂട്ടുണ്ടായി. വാഡ്യാർ രാജവംശം ഇവിടെ ആദ്യമായിട്ട് കൊട്ടാരം നിർമ്മിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. പിന്നീട് ഇത് പല തവണ അത് തകർക്കപ്പെടുകയുണ്ടായി. ഇപ്പം കാണുന്ന ഈ രൂപത്തിൽ കൊട്ടാരം ഉണ്ടാക്കിയത് 1897 ഇന്ത്യയിൽ വളരെയധികം സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മൈസൂർ പാലസ്. ഒരു വർഷം ഏകദേശം 27 ലക്ഷത്തോളം ആളുകളുടെ വരുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ മൈസൂർ പോലീസിൻ്റെ പ്രത്യേക വിങ്ങാണ് ഇതിൻ്റെ സുരക്ഷ കേട്ടോ. നമ്മൾ ഇതിൻ്റെ പാലസിനകത്ത് എവിടെ തിരിഞ്ഞ് നടന്നാലും അവിടെയൊക്കെ പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. എല്ലാ ഭാഗത്തും CCTV ക്യാമറ ഉണ്ട്. നമ്മളെല്ലാ ഭാഗത്തും നിരീക്ഷണത്തിലാണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട് നടന്ന് മുന്നോട്ട് കുറേ ദൂരം പോയി, പിന്നെ തിരിച്ചൊന്ന് നടന്ന് പിന്നോക്കം വന്ന് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് നമ്മളെ തടയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പരമാവധി സമയം ഇവിടെ ചിലവഴിച്ച് ഓരോ ഭാഗവും കണ്ട് മനസ്സിലാക്കി ശരിക്കും ആസ്വദിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ ഒട്ടും തന്നെ തിരക്ക് കൂട്ടരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം ചെന്നിട്ട് ഇത്ര വലിയൊരു നിർമ്മിതി കാണുക, അതും പുരാതന കാലത്ത് ഉണ്ടാക്കിയ അപാര ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് സമയമെടുത്ത് കാണുക, കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പോരാത്തിന് അവിടെ നിറയെ ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നും ഓരോ തരത്തിലുള്ള അതൊക്കെയാണ്. ചുമര് നിറയെ ഓയിൽ പെയിൻറ്റിങ്ങുകൾ, ചില പഴയ അവർ രാജാക്കന്മാരുടെ ഉണ്ട്, ബ്രിട്ടീഷ് അതിൻ്റെ ആൾക്കാരുണ്ട്, അവർ രാജ്ഞിമാരോ അതോ ലോഡോ അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ അനവധി കാഴ്ചകൾ. നമ്മളൊരു തരത്തിലും തിരക്ക് കൂട്ടരുത്. ശരിക്കും സമയമെടുത്ത് എൻജോയ് ചെയ്ത് നന്നായി മനസ്സിലാക്കി തന്നെ കാണാം കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഇത് അവർ നിറയെ എണ്ണച്ചായ ചിത്രങ്ങളാണ്. അവരെ വാഡ്യാർ രാജവംശത്തിൻ്റെ ആളുകളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഈ ഹാള് മുഴുവൻ എണ്ണച്ചായ ചിത്രങ്ങളാണ്. ഓരോ ചിത്രങ്ങൾ കാണാനും ശരിക്കും നമ്മൾ സമയം എടുക്കണം. അത്രയും നല്ല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ഇവിടെ ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് രാജ്ഞിയെ കാണാം. ബ്രിട്ടീഷ് രാജ്ഞി, ബ്രിട്ടീഷിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ലേഡി, ഇത് അവരുടെ തന്നെ ഒരു ലോഡ്, ഒരു പ്രഭുവിൻ്റെ ചിത്രം. അങ്ങനെ നിറയെ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ സമയമെടുത്ത് കാണാൻ, കണ്ട് മനസ്സിലാക്കി മെല്ലെ സാവകാശം മുന്നോട്ട് പോകട്ടോ. ഇത് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയൊക്കെ ഒരു നാട കെട്ടിയിട്ടും ബാരിക്കേഡ് വെച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു റൂട്ടിന് പോകണം, ഏത് ഭാഗത്താണ് കാഴ്ച ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തടസ്സമൊന്നുമില്ല. അപ്പോൾ നേരെ നമുക്ക് മുന്നോട്ട് പോവുക, കാര്യങ്ങൾ കാണാൻ മനസ്സിലാക്കുക. ഇത് കൊട്ടാരത്തിനകത്ത് നടുത്തളം പോലെ വലിയൊരു ഹാള് പോലത്തെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിപ്പോൾ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റ് വളരെ മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ തൂണും ഫ്ലോറും ചുമരും എല്ലാം ഭംഗിയിലാണ്, വളരെ ഭംഗിയിൽ ഉണ്ടാക്കിയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു തൂണും അതിൻ്റെ ഓരോ സ്പേസും കാഴ്ചക്കുള്ള ഒരു വസ്തു തന്നെയാണ് കേട്ടോ. ഒരു ഭാഗം തന്നെ നമുക്ക് വിട്ട് കളയാനുള്ളതില്ല. ഉണ്ടോ, ഫ്ലോറ് ഉണ്ടോ, മുകളിൽ ഈ മേൽക്കൂര ഉണ്ടോ, മേൽക്കൂര ഭാഗങ്ങളൊക്കെ അത്രയും നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ കൊട്ടാരത്തിനകത്ത് വിശാലമായ നടുമുറ്റം പോലൊരു ഭാഗമാണ് കേട്ടോ. അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു കാഴ്ച. അവിടെ കണ്ടോ പിരിയൻ ഗോവണി, മുകളിൽ ഗംഭീര ഇടനാഴികൾ, ഈ ജനലൊക്കെ ആണെങ്കിൽ അപാര വലുപ്പം, നടുമുറ്റത്തിൻ്റെ ഫ്ലോറും ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല വിശാലമായ വരാന്ത.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കാഴ്ച. ഇതൊക്കെ കാണുക, സമയത്ത് കാണുക, നന്നായിട്ട് മനസ്സിലാക്കുക, ആസ്വദിക്കുക. നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നിറയെ പോലീസുണ്ട്, അവർ നമ്മളെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ റൂമിൽ കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പോലീസുകാരൻ ഇരിക്കുന്നുണ്ട്, അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു പോലീസുകാരൻ കേട്ടോ. ഈ ചെറിയ റൂമിൽ തന്നെ 2 പോലീസുകാർ ഡ്യൂട്ടിയിലാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് രാജാക്കന്മാർ ഇരിക്കുന്ന കസേരകളും ഒരു ആനക്കൊമ്പൊക്കെയാണ്. ഓക്കെ, ഈ ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം കാണുന്നു. ഇതും നല്ല ഭംഗിയുള്ള കാഴ്ച. ഇതുണ്ടോ, വീണ്ടും ചുമരിൽ ഗംഭീര എണ്ണച്ചായ ചിത്രങ്ങളാണ്. ഇത് പണ്ട് കാലത്ത് അവരുടെ രാജാക്കന്മാരുടെ കാലത്തിൻ്റെ കുതിരപ്പട്ടാളും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതിപ്പോൾ നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം പോലും വിട്ട് കളയാനില്ല എന്നുള്ളതാണ്. ഏതൊരു ഭാഗത്തും നിറയെ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് കയറാണ്. അവിടെയും കാഴ്ചകളുടെ വലിയൊരു ലോകം തന്നെയാണുള്ളത് കേട്ടോ. ഓരോ ഭാഗത്തും നല്ല കാഴ്ചകൾ തന്നെ. അത് അത്രയും പഴയ കാലത്ത് ഇതുപോലെ ഗംഭീര ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവരെന്തുമാത്രം ജോലി ചെയ്തിട്ടുണ്ടാവും. കാര്യം ഒട്ടും തന്നെ വിശ്രമമില്ലാണ്ട് കാലങ്ങളോളം ഈ ശരീരം കൊണ്ടും തലച്ചോറ് കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാ തരത്തിലും പ്രയത്നിച്ചിട്ടാണ് ഇതുപോലെ നല്ലൊരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ആളുകൾ ഒരിക്കലെങ്കിലും വരിക, കാണുക, മനസ്സിലാക്കുക. അതിലൊക്കെ ശരിക്കും ഇതിൻ്റെ നിർമ്മാണത്തിൽ അവർ ചെയ്ത എഫർട്ട്, അതിലൊക്കെ ആ എഫർട്ടിൻ്റെയൊക്കെ ഒരു 1000% എഫർട്ടൊക്കെ നമ്മൾ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ടൊക്കെ വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കാഴ്ചകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇൻഡോർ സാൾസനിക് എന്നറിയപ്പെടുന്ന ഒരു വാസ്തുശില്പ ശൈലിയാണ് ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണിത്. മൈസൂരിൽ എല്ലാ വർഷവും നടക്കുന്ന ദസറ ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയാണ് കേട്ടോ ഈ മൈസൂർ കൊട്ടാരം. പിന്നെ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുക്ക് കാകസുര മാടപ്പ എന്ന് പറഞ്ഞാലാണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ഉണ്ടാക്കിയത്. വളരെ പ്രശസ്തമാണ് ഈ മൈസൂർ പാക്ക്. മൈസൂർ കൊട്ടാരത്തിനകത്ത് 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചത് കേട്ടോ. ഇത് ചില പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ സോമേശ്വര ക്ഷേത്രമുണ്ട്, ഇതൊരു ശിവക്ഷേത്രമാണ്. പിന്നെ ലക്ഷ്മി നാരായണ ക്ഷേത്രം, ശ്വേതവരാഹസ്വാമി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളൊക്കെയാണ്. La musique, c'était en bas hier. അവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഉണ്ടോ, സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ. ദൂരെ ചാമുണ്ഡി ഹിൽസിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് പറയുന്നത്. നല്ല വ്യൂ. That one day for royal shooting. Then any other royal guest, he was the green gallery, one day for royal delegates. Royal women behind the couches. Behind that, both sides. ഈ കാണുന്നത് കൊട്ടാരത്തിനകത്തെ ചെറിയൊരു സഭാ ഹാളാണ്. ഇവിടെയും മീറ്റിങ്ങുകളൊക്കെ കൂടിയിരുന്നു. മൈസൂർ കൊട്ടാരം നിൽക്കുന്ന ഈ സ്ഥലം ഏകദേശം 25 ഏക്കർ വിസ്തീർണ്ണമുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിട ഭാഗം തന്നെ 1.5 ഏക്കറോളം വിസ്തൃതിയുള്ള സ്ഥലത്താണ് നിൽക്കണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ കെട്ടിടത്തിന് 340 റൂമുകളുണ്ടെന്നും ഒരു ആർട്ടിക്കിൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടായി. വാഡിയാർ രാജാക്കന്മാർ മൈസൂർ പിടിച്ചെടുക്കുന്ന കാലത്ത് തടി കൊണ്ടുള്ള ഒരു കൊട്ടാരമായിരുന്നു കോട്ടയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് പല തവണ പുതുക്കി പണികളുണ്ടായിട്ടുണ്ട്.
പിന്നീട് ഇവിടുത്തെ രാജകുമാരിയുടെ വിവാഹ സമയത്ത് ഈ കൊട്ടാരം കത്തിയമരുണ്ടായി. അതിനുശേഷമാണ് ഇർവിനെ കൊണ്ട് പുതിയ രീതിയിലുള്ള കൊട്ടാരം അവർ ഉണ്ടാക്കിച്ചത്. നമ്മുടെ ഇപ്പോൾ കൊട്ടാര സന്ദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന കോണി തന്നെ ചെരിഞ്ഞ് ഇങ്ങനെ വട്ടം കറങ്ങിയുള്ള ഭംഗിയുള്ള സ്റ്റൈലിഷായ ഒരു കോണിയാണ് കേട്ടോ. അതിൻ്റെ കൈവരികളും അതിൻ്റെ ഗ്രില്ലും കണ്ടില്ലേ, രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ തന്നെ താഴേക്ക് ഇറങ്ങുക. അതിപ്പോൾ ശരിക്കും രാജാക്കന്മാരുടെ ശരിക്കും രാജകീയമായ ഈ ശൈലി തന്നെയാണ് ഇതുള്ളത്. ഓക്കെ, നമ്മളിത് പുറത്തേക്ക് പോകണു. ഇതിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, നമ്മളവിടെ ടിക്കറ്റൊക്കെ അവിടെ തിരിച്ചു കൊടുക്കാമെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഇന്നിപ്പോൾ ടിക്കറ്റ് ആരും തിരിച്ച് വാങ്ങിച്ചില്ലെങ്കിലും നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ നേരെ അതിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടോ. നമ്മൾ തുടങ്ങിയപ്പോൾ കുറേ സമയം എടുക്കേണ്ടി വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ചൊന്ന് സ്പീഡാക്കാൻ ശ്രമിച്ചു. എങ്കിലും പിന്നീടാണ് മനസ്സിലായത് നമുക്ക് നന്നായിട്ട് സമയമെടുത്ത് കാണണം, അതുപോലെ ഗംഭീര കാഴ്ചയായിരുന്നല്ലോ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ ഒരു പോലീസിൻ്റെ ഓഫീസ് കാണാം കേട്ടോ. ഇവിടുത്തെ പോലീസും സംവിധാനങ്ങളൊക്കെ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പോലീസ് ഇവിടെ ശക്തമാണെന്നുള്ളത്. നമ്മൾ വിചാരിച്ചെന്താ സാധാരണ പോലീസായിരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. പാലസിന് വേണ്ടിയുള്ള പ്രത്യേക പാലസ് സെക്യൂരിറ്റി ഫോഴ്സ് പറഞ്ഞ പ്രത്യേക പോലീസ് തന്നെയാണ് കേട്ടോ. അവർ നിറയെ ആളുകൾ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിറയെ ഉണ്ട്. ഓക്കെ, നമ്മൾ പാലസിൻ്റെ കാഴ്ച കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറക്കി കേട്ടോ. നമ്മൾ വേറെ വഴിക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ചെരുപ്പ് തിരിച്ച് കിട്ടും കേട്ടോ. നമ്മുടെ ചെരുപ്പ് ഇവിടെ ആദ്യം ഇവിടെയൊക്കെ വാങ്ങിച്ചു വെച്ചു, ചാക്കിലാക്കി ഇവിടെ എടുത്ത് വെച്ചിരുന്നു. ഈ കൊട്ടാരത്തിനകത്ത് നമ്മൾ ചെരുപ്പിട്ട് നടക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അത് സൗജന്യമായിട്ട് ഇവിടെ വാങ്ങിച്ച് വയ്ക്കും. എന്നിട്ട് അവർ ടോക്കൺ തരും, അത് നമ്മൾ സൂക്ഷിക്കുക. പോകാൻ നേരത്തെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചെരുപ്പ് തിരിച്ച് കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ ചെരുപ്പ് തിരിച്ച് വാങ്ങിക്കാൻ പോകട്ടോ. നമുക്ക് അതിൻ്റെ കാഴ്ച കാണാം. ವಿಶ್ವವಿಖ್ಯಾತ ಮೈಸೂರು ಅರಮನೆಗೆ ಆಗಮಿಸಿರುವ ಪ್ರವಾಸಿಗರಿಗೆ ಸುಸ್ವಾಗತ. ಇದು ಪ್ರವಾಸಿಗರ ಗಮನಕ್ಕೆ ಜೇಬುಗಳ್ಳರ ಹಾಗೂ ಸರಗಳ್ಳರ ಬಗ್ಗೆ ಎಚ್ಚರಿಕೆಯಿಂದ ಇರಲು ಸೂಚಿಸಿದೆ. ತಮ್ಮ ಅಮೂಲ್ಯ ವಸ್ತುಗಳಿಗೆ ತಾವೇ ಹೊಣೆಗಾರರಾಗಿದ್ದು ಇದಕ್ಕೆ ಮೈಸೂರು ಅರಮನೆ ಮಂಡಳಿಯು ಜವಾಬ್ದಾರಿಯಾಗಿರುವುದಿಲ್ಲ. ಗಮನಿಸಿ, ತಮ್ಮ ಅಮೂಲ್ಯ ವಸ್ತುಗಳಿಗೆ ತಾವೇ ಹೊಣೆಗಾರರಾಗಿದ್ದು. അപ്പോൾ കേസ് അകത്ത് നടന്ന് കണ്ട പോലെ പുറത്തുനിന്ന് നിറയെ കാഴ്ചയാണ് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഗാംഭീര്യവും വലുപ്പവും നമ്മൾക്ക് മനസ്സിലാവുക. ഇതിങ്ങനെ നടന്ന് കാണുക, കുറേ ഏരിയ ഉണ്ട്, പിന്നെ വെയിലുണ്ടാവും, അതൊക്കെ നോക്കി നടക്കുക. പിന്നെ ഇവിടെ കണ്ട നല്ലൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇവിടുത്തെ നിറയെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഫോട്ടോഗ്രാഫർമാർ നമുക്ക് ലൈവായിട്ട് ഫോട്ടോ എടുത്ത് തരും. ഒരു 100 രൂപയാണ് ഫോട്ടോയ്ക്ക് ചാർജ് ആയിട്ട് അവർ മേടിക്കണം കേട്ടോ. ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ പ്രിൻ്ററും കാര്യങ്ങളും എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് ദൂരമൊന്നും പോകാനില്ല. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് വെച്ചാൽ കുറേ സമയം എടുക്കും പ്രിൻ്റ് എടുത്ത് വരാനൊക്കെ. അതൊന്നുമില്ല, സ്പോട്ടിൽ തന്നെ ഫോട്ടോ എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് വലിയ 12:8 വലുപ്പത്തിൽ ഫോട്ടോ നമുക്ക് തരും കേട്ടോ. ഇതിപ്പോൾ കുറേ വിദേശികൾ നമ്മുടെ മൈസൂർ പാലസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വലിയൊരു സെറ്റ് ആളുകളാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, 27 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം ഇവിടെ ഇത് കാണാൻ വേണ്ടി വരുന്നത്. സീസണാണെങ്കിൽ നമുക്കൊന്ന് നല്ല തിരക്കുമായിരിക്കും. അതുപോലെ നല്ല കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഓക്കെ, നല്ലൊരു അനുഭവം, നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ മൈസൂർ പാലസ്. വരാൻ പറ്റുന്നവരൊക്കെ പരമാവധി വരിക, കാണുക, മനസ്സിലാക്കുക, ആനന്ദിക്കുക. ഇത് നല്ലൊരു അറിവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ, അതിലൊരാൾ നമുക്ക് എടുത്തുന്ന ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ തമ്പനയിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്.